സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹിന്ദിയിലെയും മലയാളത്തിലെയും അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പരിശോധിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും 2-3 അക്ഷരങ്ങളിലാണ് ഈ അക്ഷരമാലയിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ബാക്കി അക്ഷരങ്ങളൊക്കെ സെയിം തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പോൾ ഹിന്ദിയിൽ ഈ 3 അക്ഷരങ്ങൾ അക്ഷരമാലയിൽ പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ട്. അത് ഷ, ത്ര, ഗ്യ എന്നിവയാണ്. നമ്മുടെ മലയാളത്തിലെ കൂട്ടക്ഷരമായ ക്ഷായാണ്, ഇത് ത്രായാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഈ അക്ഷരം മലയാളത്തിലെ ജ്ഞ എന്ന അക്ഷരത്തിന് തുല്യമായിട്ടുള്ളതാണ്. പക്ഷേ ഹിന്ദിയിൽ ഇത് ഗ്യ എന്നാണ് വായിക്കുക. ഇവിടെ നോക്കുക, ഗ്യാൻ, വിജ്ഞാപൻ തുടങ്ങിയ വാക്കുകളിലാണ് ഈ അക്ഷരം വരുന്നത്. ഗ്യാൻ എന്ന് വെച്ചാൽ ജ്ഞാനം, അറിവ്. വിജ്ഞാപൻ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻ്റ് ആണ്, പരസ്യം. അപ്പോൾ ആ ഒരു അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഇത് ജ്ഞായാണെങ്കിലും ഹിന്ദിയിൽ ഇത് ഗ്യ എന്നാണ് വായിക്കുക. പിന്നെ മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് മലയാളത്തിലുള്ള 3 അക്ഷരങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഹിന്ദി അക്ഷരങ്ങൾ ഇല്ല. ല, ഴ, റ. ഈ 3 അക്ഷരങ്ങൾക്ക് പകരം ലായ്ക്ക് പകരം ലായും, ഴായ്ക്ക് പകരം ഷായും, റായ്ക്ക് പകരം രായുമാണ് ഹിന്ദിയിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും വ്യഞ്ജനാക്ഷരങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് സർവനാമങ്ങൾ, പ്രൊനൗൺസ് പഠിക്കാം. താങ്ക് യു.